നമസ്കാരം. ഇതൊരു വക്കീൽ ആ ക്ലർക്ക് പെണ്ണിനെ കളിച്ച സംഭവം. വക്കീലിന് 50 വയസ്സൊക്കെ കഴിഞ്ഞത്, 60 ആയിട്ടില്ല. അപ്പോൾ ഇയാൾ ഈ പെണ്ണാണെങ്കിൽ ഒരു 35 വയസ്സ് 40 വയസ്സ് റേഞ്ചാണ്. ഇവള് മാരീഡല്ല. എന്തൊക്കെയോ ഒരു പ്രോബ്ലം, അങ്ങനെ കല്യാണം വരണില്ല. നമുക്ക് കല്യാണത്തിന് താല്പര്യമില്ല എന്നിട്ടൊന്നുമല്ല. അങ്ങനെ പലരും വരും കാണും, എന്തൊക്കെയോ നാളും ഇതും ജാതകം ഒക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു ദോഷമുള്ള ജാതകം. അങ്ങനെ അവൾ ആ ഏജിലെത്തി. ഇപ്പോൾ ഉള്ള വീട്ടിൽ ഇവൾക്കൊരു ആങ്ങള, അമ്മ, അച്ഛനില്ല. വക്കീൽ എന്ന് പറഞ്ഞാൽ ഒരു ജോലിക്കാരത്തി എന്നുള്ള ആ രീതിയിലല്ല ഇവളോട് പെരുമാറുക. അവളെല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യും. നല്ലൊരു മനുഷ്യനാണ്. ശമ്പളം കൂടാതെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങളൊക്കെ പറഞ്ഞാൽ പൈസ സഹായിക്കും. അപ്പോൾ വക്കീലിൻ്റെ ഭാര്യ സുഖിലാണ്ട് കിടക്കുക. അങ്ങനെ കാലങ്ങൾ കടന്നു പോവുക. ഒരു ദിവസം വക്കീലിൻ്റെ ഓഫീസിൽ ലേറ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ കക്ഷികളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഈ പെണ്ണിനോടൊരു വാതിൽ കുറ്റിയിടാൻ പറഞ്ഞു. അവൾ കുറ്റിയിട്ട് എന്നിട്ട് ഇയാൾ ചോദിച്ചു, ഇത്ര നാളത്തെ പരിചയത്തിൽ നിനക്ക് എന്നെപ്പറ്റി എന്താ അഭിപ്രായം? അപ്പം ഞാൻ നല്ലൊരു സാറാണ്, മനുഷ്യത്വമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞോളൂ ഉപദേശിച്ച്, അല്ല പുകഴ്ത്തി. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാനൊരു ആഗ്രഹം പറഞ്ഞാൽ നീ ചെയ്തു തരുമോ ചോദിച്ചു. എന്താണ് ചോദിച്ചു. എന്താണ് സാറ് ചോദിച്ചു. എനിക്ക് ഇപ്പോൾ സെക്ഷുവലായിട്ടുള്ള കഴിവ് നഷ്ടപ്പെട്ടോ എന്നൊരു സംശയം. ഭാര്യനെ ഏതായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറേ കാലങ്ങളായി. സ്വയം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പം എനിക്കത് റെഡിയാവല്ല. ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞേ, സാധനം പൊങ്ങല്ല എന്നാണ് ഇയാൾ ഈ പറഞ്ഞത്. അതുകൊണ്ട് നിന്നെ ഒന്ന് നേക്കഡായിട്ട് എനിക്കൊന്ന് കാണണം, എനിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് അറിയാനാണ്. അപ്പോൾ എന്നാകെ എന്തോ പോലെ ഇപ്പം ഇയാൾ ഡയറക്റ്റ് ചോദിക്കുകയാണല്ലോ, നിൻ്റെ വസ്ത്രങ്ങളൊന്നും അഴിക്കും, എനിക്കൊന്ന് കാണാനാണ് പറയും. ഇവള് ഇപ്പം എന്ത് ചെയ്യും? ചെയ്യാണ്ടിരുന്നാലും മോശം, ചെയ്തു കൊടുത്താൽ ഇപ്പോൾ വേറെ ആരും കാണുമില്ല. ഏതായാലും നിർബന്ധിച്ചിട്ടുണ്ട്, നിനക്ക് പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മതി, അല്ലാണ്ട് ഞാൻ നിന്നെ മുതലെടുക്കുകയെന്നല്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഇതുവരെ നിന്നോട് എനിക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇന്നെന്തോ എനിക്കറിയില്ല, എങ്ങനെയെങ്കിലും ഒന്നും ഒറ്റ പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവള് വഴങ്ങാൻ റെഡിയായി. അതിൽ ഇവള് സാരിയുടെ ഇത് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത്, അപ്പോൾ ഇയാൾ പറഞ്ഞേ മെല്ലെ മതി, എനിക്കതിങ്ങനെ ആസ്വദിച്ച് കാണാനാണ്. അയാളുടെ സാരി അഴിച്ച് നിലത്തിട്ട്, പിന്നെ അടിപ്പാവടയും സഡിയും ബ്ലൗസും ബ്രേസറും ഉള്ളു. അതിൽ ഇവള് ബ്ലൗസിൻ്റെ ഹുക്ക് അഴിച്ച്. അപ്പോൾ ഇതാരും പിടിക്കാത്തല്ലേ, നല്ല തെറിച്ച് നിൽക്കണം. പിന്നെ അവൾ ബ്രേസറിൻ്റെ ഹുക്ക് അഴിക്കാൻ നേരത്തെ അവൾക്കൊരു നാണം ഉണ്ടായി. അപ്പോൾ ഇയാളൊരു നാണിക്കണ്ട, ഇതൊക്കെ മനുഷ്യ സഹജമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ അത് ഇപ്പം ബ്രേസർ ഇങ്ങനെ തെറിച്ച് നിന്ന് ബ്രേസർ അഴിച്ച്. പിന്നെ പാവാട അടിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള ഷഡ്ഡി മാത്രമേ ഉള്ളൂ. പിന്നെ അവൾക്ക് കുറവായി, നെഞ്ചിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് അതും കൂടി ഊരണം. അങ്ങനെയുള്ള മനസ്സോടെ ഷഡ്ഡിയും ഊരി. പിന്നെ വക്കീലിൻ്റെ അടുത്ത ആവശ്യം വിചിത്രം, ഞാൻ തൊട്ടോട്ടെ. ഏതായാലും ഇത്ര ആയപ്പോൾ തന്നെ പെണ്ണിനും ചെറിയൊരു കടി ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഒരു പുരുഷൻ്റെ മുമ്പിൽ നഗ്നയായി കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നൊരാഗ്രഹം അവൾക്കും വന്നു. ഇവളൊന്നും റിപ്ലൈ കൊടുത്തില്ല. അതിൽ ഇയാൾ ചെന്ന് കെട്ടിപ്പിടിച്ച് ചുണ്ടുകളൊക്കെ വായിലാക്കി, പിന്നെ മുലക്കണ്ണൊക്കെ ഇയാൾ ചുണ്ടിൻ്റെ ഉള്ളിൽ വെച്ച് കുടിക്കാൻ തുടങ്ങി. അതോടുകൂടി പെണ്ണിന് കൺട്രോൾ തെറ്റി. ഇയാൾ കൊണ്ടുപോയി അവളെ സോഫയമേലിരുത്തി, അയാൾ നിലത്തിരുന്നിട്ട് നല്ലോണം നാവും കൊണ്ട് ഇവളെ സുഖിപ്പിക്കുക. ഇയാളുടെ ഉദ്ദേശം അതായിരുന്നോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ടായിരുന്നു.
ഇയാൾ നല്ലോണം ഇതാക്കുമ്പോൾ പെണ്ണിനും നല്ല ത്രില്ലായി കളിക്കാൻ ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ വക്കീലിൻ്റെ സാധനം ഉണ്ടല്ലോ, കൊടിമരം പോലത്തെ സാധനം, ഇയാൾ പറഞ്ഞല്ലേ കഴിവില്ല എന്ന്, അത് വെറുതെ പറഞ്ഞാണ്, ഒന്നും അറിയില്ലല്ലോ. സാധനം ഇതാക്കി ഒരു ഒന്നൊന്നര സാധനം. പിന്നെ ആ പെണ്ണിൻ്റെ സോഫമേലെ കുറച്ചും കൂടി താഴേക്ക് ഇങ്ങനെ ഇരുത്തിയിട്ട് അയാൾ മുട്ടുകുത്തി നിന്ന് കയറ്റാൻ നോക്കുമ്പോൾ എൻട്രി ആവില്ല, അത്ര വലിപ്പമുണ്ട്. പിന്നെ ഇയാൾ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കണ ഓഫീസിൻ്റെ ഉള്ളിലൊരു കട്ടിലുണ്ട്, അവിടെ കൊണ്ടുപോയി അവിടെ കിടത്തിയിട്ട് ഇയാൾ എൻട്രി ആക്കി. ഇപ്പം പെണ്ണിനും സഹിക്കാൻ പറ്റാണ്ടായി നിൽക്കുക. ഇയാൾ നല്ലോണം കളിച്ചു കൊടുത്ത് പിന്നെ അതൊരു തുടക്കമായി മാറി. പെണ്ണിന് നല്ല തൃപ്തിയായി, കാരണം അവൾക്കും ഏജ് ഓവറായിട്ട് കളി കിട്ടാണ്ട് നിൽക്കല്ലേ. ഇയാൾ ഉദ്ദേശിച്ച പോലത്തെ ആളല്ല, നല്ല കരുത്തുള്ള ആളാണ്, ലൈംഗികമായിട്ട് കുതിരശക്തിയുള്ള ആളാണ്. പെണ്ണിന് ഇഷ്ടമായി. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവരവിടെ കിടന്നു. എന്നിട്ട് പറഞ്ഞു, വക്കീൽ പറഞ്ഞു, ഏതായാലും നിനക്ക് കല്യാണം മരുന്നില്ലല്ലോ, നമുക്കിത് കണ്ടിന്യൂ ചെയ്താലോ. ഒരു ജീവി അറിയില്ല, നിനക്കും ഇതൊരാവശ്യം, എനിക്കും ആവശ്യം, നമുക്ക് പരസ്പരം ഒരു സഹകരണത്തിലാണ് പോവാം, നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം. ഇത് വെറുമ്പാക്ക് പറയല്ല, ഞാൻ നിന്നെ ചതിച്ച് കീഴ്പ്പെടുത്തിയതല്ല, സത്യമായിട്ട് എനിക്ക് അതിനുള്ള കഴിവുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പം അത് റെഡിയായി, നിനക്ക് സമ്മതം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പോവാം. ആ പെണ്ണ് എഗ്രി. കാരണം ഇയാൾ ഭയങ്കര സ്വത്തുകാരനാണ്, പേര് കേട്ട വക്കീല, ഇഷ്ടം പോലെ ഫീസും വരുമാനവും വീട്ടിലും. പക്ഷെ ഇവളങ്ങനെ ഇയാളെ മുതലെടുക്കണമെന്ന് ഉദ്ദേശമുള്ള പെണ്ണല്ല. പക്ഷെ അവളുടെ കഷ്ടപ്പാട് കൊണ്ട് അവൾ, കഷ്ടപ്പാട് മാത്രമല്ല, ഇതും അവൾക്കൊരു ആവശ്യമല്ല. പിന്നെ വക്കീൽ ഇവൾക്ക് ഡ്രസ്സുകൾ, ആഭരണങ്ങൾ ഒക്കെ വാങ്ങി കൊടുത്ത് അനവധി കാലം അവർ ആ പരിപാടി കണ്ടിന്യൂ ചെയ്തു. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ ലൈഫ്. ഒറ്റ ദിവസം കൊണ്ടാണ് ആ വക്കീലുകളായിട്ടുള്ള ബന്ധം തുടക്കം കുറിച്ചത്. ഇതെങ്ങനെ ഞാനറിഞ്ഞതെന്ന് വെച്ചാൽ, ഈ വക്കീൽ എൻ്റെ ഫ്രണ്ടാണ്. ഞാനുമായിട്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും, ചിലപ്പോൾ ചില കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നോട്. അങ്ങനെ ഞാൻ അയാൾക്ക് ബുദ്ധി ഉപദേശിച്ച് കൊടുക്കുന്ന ആളൊന്നുമല്ല, പക്ഷെ ചില ഐഡിയാസൊക്കെ ഞാൻ കൊടുക്കും അയാൾക്ക്. അങ്ങനെയാണ് അയാൾ ഈ ബന്ധം എന്നോട് പറഞ്ഞത്. ആ പെണ്ണ് ഉണ്ട് കേട്ടോ, ഒരു മുതല കണ്ടാലല്ലേ, ഒരു ശാലീന സുന്ദരി എന്നൊക്കെ പറയില്ല, എന്ത് ഒരു നാടൻ പെണ്ണ്, അത്ര വലിയ ഫാഷനൊന്നുമില്ല. പക്ഷേ ഒരു ഫാഷനും ഇല്ലെങ്കിലും അതിനെ കാണാനുണ്ടല്ലോ, അതിൻ്റെ മുഖമൊക്കെ എന്തൊരു ഭംഗിയാണ്. ഞാൻ എന്നിട്ട് വക്കീലിനോട് പറഞ്ഞു, വക്കീലിൻ്റെ ഒരു ഭാഗ്യം, ഈ വയസ്സായ കാലത്ത് ഇപ്പോൾ കിട്ടിയൊരു മുതൽ വിട്ട് കളയണ്ട, നടക്കട്ടെ. അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യമൊക്കെ. നമസ്കാരം.